ഗായ്സ്, ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. ഇത് ഞാൻ കൊള്ളിയിട്ടിട്ടാണ് വെക്കുന്നത്. കഷ്ണം ചേർക്കുന്നുണ്ട്. ഒരു വരട്ട് പോലെ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതിനകത്ത് കുറച്ച് കല്ലുപ്പിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. ഇതിനകത്ത് കല്ലുപ്പൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിൽ നെയ്യുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് മുളക് പൊടിയും പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ചേർക്കണം കേട്ടോ. അങ്ങനെ 3 പൊടികളും ഞാൻ ചേർത്തു. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് പിടിക്കുക. ഇറച്ചിയിൽ നന്നായിട്ടത് പിടിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. അതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ബീഫ് ഇട്ടു കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് കൊള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളി ഇത് വെന്ത ഇറച്ചിയിലേക്കാണ് ഞാൻ കൊള്ളി ചേർത്തേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു തവി എടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളിത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കട്ടെ. നമുക്ക് എന്തോരം വേണം, ചിലർക്ക് ഇത്തിരി ഓയിൽ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതെ ഏകദേശം ഇത്ര ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് വലിയൊരു തവി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വല്ലാണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ലേശം ഉപ്പ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ഒരു പച്ചമുളകും. കാരണം ഞാനിതിൽ കുറച്ച് എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇട്ടത്. നമുക്ക് എരിവ് അധികം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാള, പച്ചമുളകും വേപ്പിലൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവയാണ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 9 സെക്കൻഡൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് ഇവിടെ ഞാൻ സവാള ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫും കൊള്ളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒറ്റ കൈ കൊണ്ട് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടാൻ പോവാണ്. ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ തവിയിൽ എല്ലാം ഇട്ടു. ഞാൻ ഇപ്പോൾ അതേ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ ബീഫ് റോസ്റ്റ്. ഇതൊരു ചെറിയ ഗ്രേവിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം 2 മിനിറ്റ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചാറ് ഇഷ്ടമില്ലാത്തവർക്ക് വരട്ടിയെടുക്കണ പോലെ നമുക്ക് കൊള്ളി ഇട്ടിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.